إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تسعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വസന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മകാരികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ധർമ്മനിഷ്ഠയുടെ ഉത്ബോധനം നടത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനെ പ്രത്യേകമായി വേർതിരിക്കുന്ന ഘടകം സവിശേഷ ബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് കണിശമായ ലക്ഷ്യവും നിശ്ചയദാർഢ്യവും തയ്യാറെടുപ്പും മുന്നൊരുക്കവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണം. അഥവാ ജീവിതത്തെ കൂടുതൽ ജാഗ്രതായി സമീപിക്കണമെന്ന്. വന്നാൽ വന്നു, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, നടന്നാൽ നടന്നു എന്ന ലാഘവ ബുദ്ധി ഒരിക്കലും മനുഷ്യർക്ക്, വിശിഷ്യ വിശ്വാസികൾക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല. മാങ്ങക്കെറിഞ്ഞ് ചക്കക്ക് കൊണ്ട് തേങ്ങ വീണു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങ് നടക്കട്ടെ, ജീവിതം അങ്ങനെ ജീവിച്ച് തീർക്കാം എന്ന രൂപത്തിലല്ല, മറിച്ച് അറിഞ്ഞ് ജീവിക്കുക. ഈ ലോകത്ത് നമുക്ക് ജീവിതം ഒന്നേയുള്ളൂ, വളരെ കുറഞ്ഞ കാലയളവ് മാത്രമാണ്. അപ്പം അത് അബദ്ധങ്ങളും അശ്രദ്ധകളും അനാസ്ഥകൾക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. എന്നാൽ പുതിയ കാലത്ത് പ്രായഭേദമന്യേ പലരും പല കാര്യങ്ങളിലും ശ്രദ്ധ നഷ്ടപ്പെടുത്തി കഷ്ടതകൾ വരുത്തി വെക്കുന്ന ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും റിപ്പോർട്ടുകളും നിരന്തരമായി നമ്മൾ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മീയ രംഗത്ത് മാത്രമല്ല, ഐഹിക ജീവിത മേഖലകളിൽ, ആരോഗ്യരംഗമായിരിക്കാം, അതേപോലെ തന്നെ നമ്മുടെ വീടകങ്ങൾ, അതേപോലെ യാത്രകൾ, റോഡുകൾ, അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അശ്രദ്ധ വഴി ഉണ്ടാകുന്ന അപകടങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന ചൊല്ല്
അന്വർത്ഥമാക്കേണ്ട ആ ചൊല്ലനുസരിച്ച് ജീവിതത്തെ കൂടുതൽ കരുതലോടെ ഉപയോഗപ്പെടുത്തേണ്ട, ജീവിതാനുഭവങ്ങളെ വകതിരിവോടെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കൂടുതൽ ജീവിതത്തിൽ ശ്രദ്ധ അല്ലെങ്കിൽ ജാഗ്രത പ്രൊഫഷണലടക്കം നിർവഹിക്കുന്നവരാണ് ഡോക്ടേഴ്സ്, ഭിഷഗ്വരന്മാർ. പക്ഷെ ആതുര സേവന മേഖലകളിൽ, ഹോസ്പിറ്റലുകളിൽ ഈ അടുത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളിലും ഒരു സഹോദരി സർജറിക്കടക്കാണ്, വയറിൽ കത്രിക മറന്നു വച്ചു, അതിലൊരു അനാസ്ഥയുണ്ടായി. അതുവഴി ആ സഹോദരി അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഏതിനാണ് പരിക്കെന്ന് ചോദിക്കുമ്പോൾ കൈ എന്ന് കേൾക്കുമ്പോൾ ഐ എന്ന് കേട്ട് അവസാനം കണ്ണിന് സർജറി നടത്തിയതൊക്കെ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാല് മാറി ഓപ്പറേഷൻ നടത്തി, കൈ മാറി നടത്തിയത്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ മൊത്തത്തിൽ ഒരു അശ്രദ്ധ നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ, കാഴ്ചകൾ നമ്മൾ കാണാൻ. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, യാത്രയിൽ, ട്രെയിനിൽ, അതേപോലെ തന്നെ ബസ്സിൽ, കാറിൽ, ഏതെടുത്തു കഴിഞ്ഞാലും ഗതാഗത സൗകര്യങ്ങൾ അപൂർണമാണ് എന്ന് നമുക്കറിയാം. ജനസാന്ദ്രതയുള്ള നാടുകളിലാണ് നമ്മൾ ജീവിക്കുന്നതും യാത്ര ചെയ്യുന്നതും. വാഹനങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തിരക്കുകൾക്കിടക്ക് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ധാരണയില്ല. അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങൾ, മറുഭാഗത്ത് ലൈസൻസ് പോലും ഇല്ലാത്ത മക്കൾ ഉമ്മമാരെ വശീകരിച്ച് പിതാക്കന്മാരുടെ വാഹനത്തിൻ്റെ ചാവി കൈക്കലാക്കിയിട്ട് പിന്നീട് അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ എത്രമേൽ ഗൗരവതരമാണ്. കോടതി കയറി ഇറങ്ങേണ്ടി വരിക, അതേപോലെ തന്നെ ലൈസൻസ് നഷ്ടപ്പെടുത്തി അത് ഇൻവാലിഡാക്കുക, ഒരുപാട് പണം, അത് ന്യായമായ കാര്യങ്ങൾക്കല്ലാതെ തന്നെ പിന്നീട് ഫൈൻ അടക്കേണ്ടി വരിക. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അശ്രദ്ധ. അതേ അവസരത്തിൽ ആ കാര്യങ്ങളിലൊക്കെ വിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ റിജാലു ഖവ്വാമൂന അലൻ നിസ്സാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ ഗാർഡിയൻഷിപ്പ് ഉള്ളവരാണ്. അപ്പോൾ മക്കൾ വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അതിൽ ലൈസൻസ് കിട്ടിയിട്ടില്ല, അപ്പോൾ ഒന്ന് ഉപ്പാനോട് ചോദിച്ചാളാ എന്ന് പറയില്ല. ഒന്ന് കൺവിൻസ് ചെയ്യണമല്ലോ, ഒന്ന് കൺവിൻസ് ചെയ്യേണ്ടതുണ്ടല്ലോ. ഒന്ന് ഉപ്പാനോട് ചോദിച്ചാൽ എന്നിട്ട് എടുത്തോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിയന്ത്രണമായി. അതല്ല. അതേപോലെ എന്തെങ്കിലും പണം ചോദിക്കുന്ന സമയത്ത് നിരുപാധികാണ്ട് കൊടുക്കുക, എന്തിനാണ് എന്നില്ല. എന്നിട്ട് അതുവഴി വരുത്തി വെക്കുന്ന വിനാശങ്ങൾ, പ്രയാസങ്ങൾ, അതിൻ്റെ കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് മാതാപിതാക്കളാണ്. പറഞ്ഞു വരുന്നത് ഇങ്ങനെ പലതും. അപകടം പൊലിഞ്ഞവരുടെ ഫോട്ടോയടക്കം റോഡുകളിൽ നമ്മൾ കാണാറുണ്ട്. പല വളവുകളിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക സ്പീഡാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ അടുത്ത് കോഴിക്കോട് ബീച്ചിനടുത്തൊരു അപകടമുണ്ടായി. ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരനും സുഹൃത്തും കൂടിയാണ്. അവർ രണ്ടുപേരും റീൽസ് ചിത്രീകരിക്കുകയാണ്. അമിത വേഗത റീൽസ് ചിത്രീകരിച്ചു, അപകടം സംഭവിച്ചു. 2 ദിവസത്തിനകം തിരിച്ചു പോകേണ്ട ആ സുഹൃത്തിൻ്റെ ജീവൻ ആ റോഡിൽ പൊലിഞ്ഞ രംഗം. അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ റീൽസ് എടുക്കുന്നവരുണ്ട്, വീഡിയോ എടുക്കുക. ബീച്ചിൽ നിന്നുകൊണ്ട് പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചിത്രീകരിക്കുന്നതിനിടക്ക് അപകടം വന്ന് പണയുക. പറഞ്ഞു വരുന്നത് ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടാക്കുന്ന പ്രയാസം എത്രത്തോളമാണ്. ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിഞ്ഞു വരാൻ, അതല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിലേക്ക്. ഈ അടുത്ത് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ പാങ് സ്കൂളിൽ നിന്നുള്ള ഒരു പറ്റം അധ്യാപകരുൾപ്പെടെ 10ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടം. അതിൽ പോലും ചുരമിറങ്ങുന്ന സമയത്ത് വാഹനം എങ്ങനെ ഡ്രൈവ് ചെയ്യണം, സെക്കൻഡ് ഗിയറിൽ, ഏത് ഗിയറിലാണോ, ഒരു ഗിയറിലായിക്കൊണ്ടേ ഇറക്കാൻ പാടുള്ളൂ. എന്നാൽ ഇന്ധന ലാഭത്തിന് വേണ്ടി ന്യൂട്രലാക്കി ഇറക്കും. അതിൽ ലാഭമുണ്ട്, പക്ഷേ പിന്നീട് അതിനേക്കാൾ വലിയ നഷ്ടത്തിൽ ചെന്ന് പതിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യം. അപ്പോൾ ഇത് റോട്ടിൽ ഒന്ന് ആതുര സേവന രംഗത്ത്, ഹോസ്പിറ്റലുകളിലും അതേപോലെ ആ മേഖലകളിലാണെങ്കിൽ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അശ്രദ്ധ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നടന്നു പോകേണ്ടിടത്തേക്ക് ബൈക്ക് എടുത്തു പോവുക, ബൈക്ക് എടുത്ത് പോകേണ്ടിടത്തേക്ക് കാർ എടുത്തു പോവുക. ഒറ്റക്ക് ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള യാത്ര വളരെ കുറഞ്ഞ സ്ഥലം ആയിരിക്കും, ദീർഘയാത്രയല്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും നടക്കുന്നില്ല. വാഹനങ്ങൾ വീണ്ടും വീണ്ടും പെരുക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കുക. നമ്മൾ വാഹനമെടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പ്രഭാതത്തിൽ എന്താണ് ഉണ്ടാകാറുള്ളത്? പടച്ച റബ്ബേ, ഞാനൊരു മതവിശ്വാസിയാണ്. ഈ പറയുന്നതിൽ നമ്മൾ ഇസ്ലാമിക ഉമ്മത്താണ്, വിശ്വാസികളാണ്, കൂടുതൽ ഉത്ബുദ്ധരാണ്, നമ്മൾ സാമൂഹ്യ ബോധമുള്ളവരാണ്. അശ്രദ്ധയിലും അനാസ്ഥയിലും ആയിരിക്കരുത് ഈ കൊച്ചു ജീവിതം എന്നതിൽ തികഞ്ഞ ബോധ്യമുണ്ടാകേണ്ടവരാണ് നമ്മൾ. ഞാൻ വാഹനമെടുത്ത് പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അന്യായമായ ഒരു ഉറുമ്പ് പോലും, ഒരു ജീവജാലം പോലും എൻ്റെ യാത്രക്കിടക്ക്, എൻ്റെ ഡ്രൈവിങ്ങിൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയില്ല
നഷ്ടപ്പെടരുതേ എന്ന ചിന്തയുമായിട്ടാണോ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് യാത്ര തിരിക്കാറുള്ളത്? അതല്ല, നമുക്കിഷ്ടമുള്ള രൂപത്തിൽ അങ്ങനെ ഇറങ്ങുക. അതേപോലെ തന്നെ അങ്ങനെ വാഹനം ഓടിക്കുക, അശ്രദ്ധയിലായിത്തീരുക, ബ്ലോക്കുകൾക്കിടക്ക് ബ്ലോക്ക് ഉണ്ടാക്കുക, ആംബുലൻസ് വരെ പ്രയാസത്തിലായിത്തീരുക. അതേപോലെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എത്ര അപകടങ്ങൾ ഉറക്കച്ചടവിൽ സംഭവിച്ചു പോയി. പിന്നെ എന്നേക്കുമായുള്ള ഉറക്കം, ആ ഉറക്കത്തിലേക്ക് നമ്മൾ വഴുതി വീഴുന്നതോടുകൂടി ഒരുപാട് ആളുകളുടെ ഉറക്കം പിന്നീടുള്ളവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും നടക്കുക. അപ്പം നമ്മളൊരിക്കലും യാത്രയിൽ, അതേപോലെ റോഡിൽ ഇറങ്ങിത്തിരിക്കുന്ന ഇടങ്ങളിൽ പ്രശ്നമുണ്ടാക്കുന്നവരല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ഒരു നിലപാട് പറയുന്നിടത്ത് ലാ ലററ വലാ ദിറാർ എന്ന ഹദീസുണ്ട്. ലാ ലററ, പ്രശ്നമുണ്ടാക്കലുമില്ല, വലാ ദിറാർ, പ്രശ്നത്തിൽ ചെന്ന് പെടലുമില്ല. അഥവാ നമ്മൾ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാനും പാടില്ല, ഉപദ്രവം ഏറ്റുവാങ്ങാനും പാടില്ല ആണ് വിശ്വാസികൾ. നമ്മക്കൊണ്ട് ഡ്രൈവിങ്ങിലോ അതേപോലെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഹദീസ് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് എന്നാണ്. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുക, ബ്ലോക്ക് ഇല്ലാതാക്കുക എന്നാണ്. നമ്മൾ ബ്ലോക്കിന്റെ ആൾക്കാരല്ല, ബ്ലോക്ക് ഇല്ലാതാക്കുക എന്നാ. നമ്മുടെ മക്കൾ, നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നവരിലാണോ? റോങ് സൈഡിൽ കയറി ആകെ ബ്ലോക്ക് ഉണ്ടാക്കിയ ആൾ ആരാ എന്ന് നോക്കുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ ഉണ്ടാകാൻ പാടില്ല. ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. അമുഖമായി ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മനുഷ്യരോട് നീ മുഖം കൂട്ടി സംസാരിക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹാ, വലാ തംശി ഫിൽ അർളി മറഹാ, വീടുകളിൽ സ്റ്റിക്കർ ചെയ്ത് വെക്കണം. മക്കളോട് ഈ ആയത്ത് ഇടക്കിടക്ക് ഉത്ബോധനം നടത്തണം, നമ്മളും എടുത്ത് വായിക്കണം. അർമാദമാണ്. പുതിയ കാലത്ത് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടു കാണാം, വാഹനങ്ങളൊക്കെ പ്രത്യേകം അൾട്രൊക്കെ ചെയ്തിട്ട് ആകെ ബ്ലോക്ക് ഉണ്ടാക്കി, രോഗികൾക്ക് പ്രയാസം ഉണ്ടാക്കി, സാധാരണക്കാരുടെ മുമ്പിലൊക്കെ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കി. ഇതര മതവിഭാഗങ്ങൾ പോലും ഇതെന്തൊരു നിക്കാഹ്, ഇതെന്തൊരു കല്യാണം, എന്താണ് ഇവർ ഈ വാഹനം കൊണ്ട് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവര് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ ഈ ഖുർആനിലെ ഈ ആയത്തിനോട് നീതി പുലർത്താത്തവരായി മാറുകയാണ്. വലാ തംശി ഫിൽ അർളി മറഹ, അർമാദിച്ച് ഒരിക്കലും നീ ഭൂമിയിലൂടെ സഞ്ചരിക്കരുത്, യാത്ര ചെയ്യരുത്, വാഹനം ഓടിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ സ്വഭാവം എന്താ? നമ്മുടെ മക്കളുടെ സ്വഭാവം എന്താ? നമ്മൾ പടച്ച റബ്ബിന്റെ അടിമകളാണ്, അള്ളാഹ്ക്ക് വിധേയപ്പെട്ടവരാണ്. അള്ളാഹ്ക്ക് വിധേയപ്പെട്ട അടിമകളുടെ വിശേഷണം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് വിശകലനം ചെയ്തിടത്ത് വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, ഭൂമിയിലൂടെ അള്ളാന്റെ അടിമകൾ സഞ്ചരിക്കുന്ന സമയത്ത് വിനയത്തോടുകൂടി അവർ സഞ്ചരിക്കുന്നവരാണ്. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇറങ്ങണം, എങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ ഡ്രൈവ് ചെയ്യണം, അവർ റൂട്ടിലെങ്ങനെ, നാട്ടിലെങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ലിറ്ററസി, സാക്ഷരത, ആത്മീയ സാമൂഹ്യ ബോധം നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ ഉണ്ടാകണം. ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ മക്കൾക്ക് നമ്മൾ തർബിയത്ത് കൊടുക്കും. കഴിഞ്ഞ ഖുത്ബയിലെ 2-ാം ഖുത്ബയിൽ പറഞ്ഞതുപോലെ മാറിയ കാലത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട പല വിഷയങ്ങളുണ്ട്. എന്നാൽ നിസ്കാരവും നോമ്പും ഇതര അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രമല്ല, അതിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല വിഷയങ്ങളിലും അശ്രദ്ധ വരുത്തി വെക്കുന്ന വിനാശങ്ങൾ നമ്മുടെ വീടകങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ, ദുരന്ത കഥാപാത്രങ്ങളായി നമ്മളും മക്കളും മാറാതിരിക്കണമെങ്കിൽ കൂടുതൽ ജാഗ്രത വേണം. 1 രൂപയുടെ മുട്ടുസൂചി പിന്ന് വിഴുങ്ങി 1 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ചികിത്സിക്കേണ്ടി വരും. നിങ്ങൾ കേട്ടില്ലേ? 1 രൂപയുടെ മുട്ടുസൂചിയായിരിക്കും വിഴുങ്ങിയിരിക്കുക. മുലപ്പാൽ കൊടുക്കുന്നതിനിടക്ക് ശ്രദ്ധ റീൽസിലാണ്, മൊബൈലിലാണ്, ഇതെന്തിലാന്നുള്ള ബോധമില്ല. കുട്ടികൾ തരിപ്പിൽ പോയി അവസാനം കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. എത്ര ഗ്യാസ് ഓണാക്കിയിട്ട് സംസാരിക്കാൻ പോകുക, തിരിച്ചു വരുമ്പോഴേക്ക് ആകെ ഗ്യാസ് നഷ്ടപ്പെട്ടു. പുതിയ കാലം പരീക്ഷണം, സാമ്പത്തികമായ സാക്ഷരതയും നിയന്ത്രണം എത്രത്തോളം വേണം, എന്ത് എവിടെ എങ്ങനെ ചെലവഴിക്കണം, ഓണാക്കണം, ഓഫാക്കണം, എന്താ ചെയ്യുന്നത്, കോൺഷ്യസ് ഇല്ല, ശ്രദ്ധയില്ല, വിവേകമില്ല. കാര്യങ്ങൾ ഓരോന്നും അതിൻ്റെതായ സമയത്തും അതിൻ്റെതായിട്ടുള്ള രൂപത്തിലും നിർവഹിക്കുന്നിടത്ത് അശ്രദ്ധ, അവിവേകം, അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും, ജീവഹാനി സംഭവിക്കും, പല പ്രയാസങ്ങളും ഉണ്ടാകും. അതൊക്കെ കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വെള്ളം ചെലവഴിക്കുന്നിടത്ത് വേനലായി, അങ്ങേറ്റത്തെ ചൂടാണ്, സൂര്യാഘാതം, അതേപോലെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? ബാത്റൂമിൽ കയറി കുട്ടികളും നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു വിടുകയാണ്. ഞങ്ങളുടെ വെള്ളമില്ലേ, ഞങ്ങളുടെ കിണറിൽ അത്യാവശ്യം പങ്കുവെക്കാം, പാഴാക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിൽ നിന്നാണ് നിങ്ങൾ ഉളു എടുക്കുന്നതെങ്കിൽ പോലും ഇഷ്ടം പോലെ വെള്ളമുണ്ടല്ലോ,
അള്ളാഹ്ക്ക് നമസ്കരിക്കാനുള്ള ഇബാദത്താകുന്ന നമസ്കാരം നിർവഹിക്കാനുള്ള ഇബാദത്താകുന്ന വുളു എടുക്കുകയാണല്ലോ. അപ്പൊ അധികം വെള്ളമെടുത്ത് ഞാൻ വുളു എടുക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. ആവശ്യമുള്ളതേ എടുക്കാൻ പാടുള്ളൂ എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു. അവിടുത്തെ ഹദീസുകളിൽ കാണാം, നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. ഫാത്തിഫുൽ മസാബീഹ്, വിളക്കുകൾ നിങ്ങൾ അണക്കണം. വിളക്കുകൾ അണക്കണം, വാതിലുകൾ അടക്കണം. തുറസായ സ്ഥലത്ത്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ കിടക്കാൻ പാടില്ല. വിരിപ്പുകൾ കുടയണം. ഇന്നത്തെ പത്രത്തിലുണ്ടത്. 2 കുട്ടികൾ പാമ്പ് കടിയേറ്റ് മരിച്ച അതിൻ്റെ പ്രയാസം, അതിൻ്റെ നൊമ്പരത്തിലാണ് നമ്മൾ, അല്ലെ? പല കുടുംബങ്ങളിലും പാമ്പ് കടി വലിയൊരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിരിപ്പ് കുടയണം. വിരിപ്പ് കുടയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പുതിയ കാലത്ത് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീടിനകത്ത് നമ്മൾ എത്രമേൽ ശ്രദ്ധ കാണിക്കണം. ലളിതമായി തോന്നാം, എന്നാൽ അത്രമേൽ പ്രധാനപ്പെട്ട സംഗതിയാണത്. വിരിപ്പ് കുടയണമെന്ന് നിർദ്ദേശ. നിങ്ങൾ പാമ്പ് കടി ഏൽക്കുന്ന സമയത്ത് അതിന് സുരക്ഷിതത്വം നേടാനുള്ള ഒരു നിബന്ധനത, കിടക്കുന്ന വിരിപ്പൊക്കെ ഒന്ന് കുടഞ്ഞോളണമെന്ന്. അതേപോലെ വാത്തിഫുൽ മസാബിഹ്, നിങ്ങൾ വിളക്കുകൾ അണക്കണം. വിളക്കുകൾ അണക്കണമെന്ന്. അടുക്കളയിൽ എന്തെങ്കിലും കത്തുന്നുണ്ടോ, ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടോ, അതിന്റെ പുതിയ കാല ഭാഷ്യം മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. എന്നാ പറഞ്ഞത്, അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല, ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പാത്രം മൂടി വെക്കണം. ഭക്ഷണത്തിന്റെ പാത്രം നിങ്ങൾ മൂടി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിന്റെ പാത്രം മൂടി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയും നമ്മുടെ കിച്ചണും പുതിയ കാല സിസ്റ്റം അനുസരിച്ച് ഫ്രിഡ്ജും കാര്യങ്ങളും, ഫുഡ് പോയിസൺ, അല്ലെ? ഭക്ഷണത്തിലൂടെ പോയിസൺ വരിക, അത് കരളിനെ ബാധിക്കുകയാണ്, കിഡ്നിയെ ബാധിക്കുകയാണ്, മരണം സംഭവിക്കുകയാണ്. കുട്ടികൾ മരിച്ച വാർത്ത, അവരുടെ റിപ്പോർട്ടുകൾ, അവരുടെ ചിത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സപ്പുകളിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം മൂടി വെക്കണമെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയണം, അല്ലേ? ബ്രെഡ് എടുക്കുകയാണ്, നനഞ്ഞ കൈ കൊണ്ട് ബ്രെഡ് എടുക്കുക, എന്നിട്ട് ബാക്കി ബ്രെഡ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക. അതിൽ പൂപ്പൽ വരാൻ, പൂപ്പൽ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എത്രത്തോളം നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങളുടെ കൈകൾ ഇടരുത്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഹനിച്ചു കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങൾ പ്രയാസമുണ്ടാക്കാൻ പാടില്ല. ശുദ്ധ ഖുർആനിലെ നിരവധി സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതല്ലേ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മര്യാദകളാണ്. വീടിനകത്തായാലും പുറത്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അപരരായ ആളുകൾക്ക്, മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് വരുമ്പോൾ ഉള്ളി കഴിക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് എന്തിനാ? ശ്രദ്ധിക്കണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പല്ല് തേക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന വഴികളിൽ വെറുതെ ഇരുന്ന് പ്രയാസം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. മാളത്തിൽ മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞു. അതേപോലെ തണൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. കെട്ടി നിൽക്കുന്ന ജലാശയത്തെ മലിനമാക്കാൻ പാടില്ല. ഇതൊക്കെ വിശ്വാസികൾക്ക് തികഞ്ഞ ശ്രദ്ധയും ബോധ്യം ഉണ്ടാകണമെന്നാണ്. ആ ബോധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതം ദുസ്സഹമായി തീരും, പ്രയാസമായി തീരും. അപ്പൊ ചെറിയ ഒരു അശ്രദ്ധ, ഒരു അവിവേകം, ഒരു അനാസ്ഥ ജീവിതത്തിൽ ഉടനീളം വലിയ പരീക്ഷണത്തിലേക്കും പ്രയാസത്തിലേക്കും നമ്മെ എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകനിലൂടെ അറിയിച്ച ആത്മീയ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ വിധിവിലക്കുകൾ യഥാസമയങ്ങളിൽ പാലിക്കുന്ന ഉൽബുദ്ധരിലും മുത്തഖീങ്ങളിലും, അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന മുസ്ലിമീങ്ങളിലും ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بهذا الإسلام وهو الذي أكرمنا بالقرآن الكريم وهو الذي علمنا ما لم نعلم الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പ്രാവർത്തികമാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടം നിരന്തരമായി സമ്പാദിക്കുന്ന, പരലോക ജീവിതത്തിലേക്ക് സൽക്കർമ്മത്തിൻ്റെ പാതയം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാല ജീവിത പരിസരത്ത് വിശ്വാസികൾ എന്ന നിലക്ക് ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ആമുഖമായി ആദ്യത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഐഹികമായി കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ അതിനെ പ്രതിരോധിക്കേണ്ട കാര്യങ്ങളിൽ അവബോധമുണ്ടാകുന്നതോടൊപ്പം ആത്മീയമായും ഏറെ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്.
ആത്മീയ കാര്യത്തിലും അശ്രദ്ധരാകും പല കാര്യങ്ങളിൽ. ഫവൈലുൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധയിലാണ് എന്നാണ്. അഥവാ ഓരോ പ്രാർത്ഥനയും അനുഷ്ഠാനമുറയും അതിലൊക്കെ നമ്മൾ അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ, അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഭൗതികമായി നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അള്ളാഹു നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കണമെങ്കിൽ പടച്ച റബ്ബിലേക്ക് നിർവഹിക്കുന്നിടത്ത് വിഘാതം, വീഴ്ച ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോൾ പ്രഭാതത്തിൽ യാത്ര പുറപ്പെടും. പക്ഷെ ആ യാത്ര സുരക്ഷിതമായി തീരണമെങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവാചക വചനത്തിലെ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ, തികഞ്ഞ കോൺഫിഡൻസോടെ ജോലിസ്ഥലത്തേക്ക് പോകും നമ്മുടെ ഭർത്താക്കന്മാർ, അതല്ലെങ്കിൽ സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ, അതല്ലെങ്കിൽ കലാലയങ്ങളിലേക്ക്, മറ്റു യാത്രകളിലേക്ക്, എവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ പ്രഭാതം, ആ പ്രഭാതത്തിൽ പടച്ച റബ്ബിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ലഭിക്കും വിധത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളിൽ നമസ്കാരത്തിലെ പ്രഥമ നമസ്കാരം, മൻ സല്ല സുബ്ഹ ഫിൽ ജമാഅ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരാണോ പ്രഭാതത്തിൽ രാവിലെ സുബൈ നമസ്കാരം നിർവഹിച്ചത് ജമാഅത്തായി എങ്കിൽ അള്ളാഹു അവൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അവൻ്റെ സംരക്ഷണം അള്ളാഹുവിലാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പടച്ച റബ്ബിൽ നിന്ന് ലഭിക്കാനുണ്ട്. അതുകൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനകൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉടനെ തന്നെ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥന ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അവനിൽ ഭരമേൽപ്പിച്ച് ഞാനിതാ ഇറങ്ങുകയാണ്. ഈ ഇറക്കത്തിൽ, ഈ യാത്രയിൽ, ഈ മുന്നോട്ട് പോക്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് പതിയിരിക്കുന്നത് എന്ന് നമുക്കറിയാനും പറയാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കേ ഭാവി അറിയുകയുള്ളൂ. ആ റബ്ബിൽ നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്, അവൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അവനെ ഓർത്താൽ ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അത് കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ്. അപ്പോൾ ആ ഓർമ്മക്ക് അനുഷ്ഠാനമുറയും അദ്കാറുകളും ദുആകളും ഉണ്ട്, അത് നിർവഹിക്കണം. വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അന്ന് യാത്ര ചെയ്തു നോക്കൂ നിങ്ങൾ. മക്കളൊക്കെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ. നിഷ്കളങ്ക മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പടച്ചറബ് പ്രത്യേകം പരിഗണിക്കും. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനം യാത്രക്കുതകും വിധം വിധേയമാക്കി തന്ന പടച്ച റബ്ബ്, അവനാണ് പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ ഓർത്തെടുത്ത് യാത്ര പോവുകയാണ്. എവിടെയെങ്കിലും എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അപരിതമായ സ്ഥലങ്ങൾ, ഇനി അറിയുന്ന സ്ഥലങ്ങളായിരുന്നാലും അവിടെയും ആ സമയങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ തൊട്ട് അഭൗതികമായ കാവൽ, കാരുണ്യ കാതലായ പടച്ചറബിൽ നമുക്ക് ലഭിക്കണം. അതിന് അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമാത്തി, അല്ലാഹുവിൻ്റെ സർവനാമ ഗുണ അസ്മാഉൽ ഹുസ്നയും വിശേഷണങ്ങളും മുൻനിർത്തി ആ റബ്ബിനോട് ശരണം തേടുകയാണ്. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിൻ്റെ കെടുതിയിൽ നിന്ന്. പാമ്പിനെ അവൻ സൃഷ്ടിച്ചതാണ്. അതായത് നിങ്ങൾ ആ പാമ്പിലൂടെ കെടുതി ഉണ്ടാകും, നായിലൂടെ കെടുതി ഉണ്ടാകും, വെള്ളപ്പൊക്കമായി കഴിഞ്ഞാൽ കെടുതി ഉണ്ടാകും, തീപിടുത്തമായി കഴിഞ്ഞാൽ കെടുതിയും പ്രയാസം ഉണ്ടാകും. അപ്പം അനുഗ്രഹവും ആവശ്യമുള്ള സംഗതികൾ തന്നെ കെടുതിയും പരീക്ഷണവുമായി മാറും. അത് മാറാതിരിക്കണമെങ്കിൽ പടച്ച റബ്ബിനോട് ശരണം തേടണം. ഇതാണ് അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. പ്രഭാത സമയത്ത് 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. 3 തവണ പ്രഭാതത്തിൽ ഈ ദിക്റ്, ഇസ്തിആദത്ത്, ഈ ശരണം തേടൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തി അവനോട് തേടിക്കഴിഞ്ഞാൽ പ്രദോഷം വരെ സർവ്വദുറുകൾ, ആകാശ ലോകത്തു നിന്നാകട്ടെ ഭൂമിയിൽ നിന്നാകട്ടെ, ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശത്തോ ഭൂമിയിലോ ഉള്ള ഒരു കെടുതിയും അവനെ ബാധിക്കുകയില്ല. പ്രദോഷമായി കഴിഞ്ഞാൽ 3 തവണ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ രാത്രി അടുത്ത പ്രഭാതം കണ്ടു മുട്ടുന്നത് വരെ നിർഭയത്വത്തോടുകൂടി സമാധാനപൂർണമായി കഴിച്ചുകൂട്ടാനും ജീവിക്കാനും കഴിയുകയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭൗതികമായും അഭൗതികമായും സംരക്ഷണം ലഭിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടാകുകയും അത് ജീവിതത്തിലും പ്രവർത്തന പദത്തിലും പ്രാർത്ഥനയിലും കൊണ്ടുവരികയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുകയും നമ്മെ സഹായിക്കുകയും ഒരുവിധം പരീക്ഷണങ്ങളിൽ പടച്ചറബ് നമുക്ക് തുറവിയേകുകയും കാവൽ നൽകുകയും ചെയ്യും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷണങ്ങളെ തൊട്ട് അവൻ നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. അള്ളാഹുവെ വന്നു പണയാൻ സാധ്യതയുള്ള, ജീവിതത്തെ ഏറെ ദുസ്സഹമാക്കാൻ
കാരണമായി വരുന്ന സർവ്വതരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ട് പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണമേ നാഥ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ കൂടുതൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ, ന്യൂനതകളെ, കുറവുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളുടെ സദുദ്യമങ്ങളെ, ഹലാലായ ആഗ്രഹങ്ങളെ, ഉപജീവന വഴിയെ നീ കൂടുതൽ വളർച്ചയുള്ളതാക്കി തീർക്കണമേ നാഥ. ഹലാലിലൂടെ, അനുവദനീയമായ മാർഗത്തിലൂടെ ജീവിതത്തിലേക്ക് വേണ്ട വിഭവങ്ങൾ സമാഹരിക്കുന്ന, അധ്വാന മേഖലകളെ വിശാലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നിൽ തവക്കുലാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറുന്ന, അങ്ങനെ ഐഹികവും ആത്മീയവുമായ വിഷയത്തിൽ വിജയം വിരാജിക്കുന്ന വിവേകികളും വിശുദ്ധരുമായ വിശ്വാസികളിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ, മാതാപിതാക്കളിൽ, മക്കളിൽ, സഹോദരി സഹോദരന്മാരിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞവരിൽ അള്ളാഹുവേ, അവർക്കെല്ലാം നീ പൂർണ്ണമായ ശമനം നൽകണമേ നാഥ. അള്ളാഹുവേ, അവരുടെ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണമേ റബ്ബേ. അവരെയും ഞങ്ങളെയും മാറാ രോഗങ്ങളെ തൊട്ട് നീ സംരക്ഷിക്കണമേ നാഥ. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചികിത്സ അവർക്കും ഞങ്ങളിലും നീ ഫലപ്രദമാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഏറെ പ്രിയങ്കരായ വേണ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ മരിച്ചു നിന്നിലേക്ക് യാത്രയായി. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. ആനച്ചിന്റെ വീട്ടിൽ കുഞ്ഞായിഷു എന്നവർ മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ നാട്ടിലെ സഹോദരൻ വലിയ അസുഖം ബാധിച്ച് അവസാനം റബ്ബിലേക്ക് യാത്രയായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ആഴ്ചക്കിടക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ടവർ അള്ളാഹു അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ, ഭയരഹിതമായ അന്തരീക്ഷങ്ങളിലൂടെ, സാമൂഹികമായ രക്ഷിതാവസ്ഥകളിലൂടെ കടന്നു നീങ്ങുന്ന വിവിധ രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ പീഡിത ജനവിഭാഗങ്ങൾ ലബനാനിലും ഇറാനിലും, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും, ഗസയിലും ഫലസ്തീനിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ ഇതൊക്കെ ലഭിക്കുന്ന വാർത്തകൾ വലിയ ശുഭസൂചകമല്ലാത്ത പലതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറുതി നൽകുമാറാകട്ടെ, സംരക്ഷണം പ്രദാനം ചെയ്യുമാറാകട്ടെ, പീഡിത ജനവിഭാഗങ്ങൾക്ക് തുറവി നൽകുമാറാകട്ടെ, സമാധാനം തിരിച്ചു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തരത്തിലുമുള്ള ദുശ്ചെയ്തികൾ, സൈനിസ്റ്റ് സാമ്രാജ്യത്വ ദ്രംഷ്ടകളിലൂടെ കടന്നു വരുന്നതിനെ അള്ളാഹു നിഷ്കാസിതമാക്കി തീർക്കുമാറാകട്ടെ. പതിതരായ അത്തരം ആളുകളെ അള്ളാഹു കൂടുതൽ നിന്ദരാക്കി തീർക്കുമാറാകട്ടെ. നീതിക്കും മനുഷ്യാവകാശത്തിനും നിലകൊള്ളുന്നവർക്ക് അള്ളാഹു നിലനിൽപ്പ് പ്രദാനം ചെയ്യുമാറാകട്ടെ.